വെൽക്കം ടു മൈ ചാനൽ. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നു. അപ്പോൾ നമുക്കൊരു ചിക്കൻ്റെ ഒരു ഡിഷ് ആയാലോ? അതിനുവേണ്ടി ഞാൻ ചിക്കൻ ഈ വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ എടുക്കുന്ന റെസിപ്പിയിൽ നിന്ന് കുറച്ചൊക്കെ ഒരു വ്യത്യാസമുണ്ട്. നമുക്കെന്താ ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ടൊക്കെ പോയാലോ? ഇതിന് ഞാൻ കുറച്ച് സവാള എടുത്ത് നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന വലുപ്പത്തിനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതുപോലെ തന്നെ വറുത്തെടുക്കേണ്ടതാണ്. പിന്നെ കുറച്ച് സവാള ഞാൻ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട മസാലകൾ: മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാല, അതും 1.5 ടീസ്പൂൺ. മുളക് പൊടി 2 മുതൽ 3 ടീസ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ അതും 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ക്യുമിൻ പൗഡറാണ്, ജീരകപ്പൊടി. അത് ഞാൻ 1 ടീസ്പൂൺ കണക്കിന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 6-7 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ പാചകത്തിലോട്ടൊക്കെ പോയാലോ? ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ കാണിച്ച സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ആദ്യ ട്രിപ്പെല്ലാം ഞാൻ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പ് കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് വറുത്ത് എടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളിയെല്ലാം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യത്തെ കൂട്ടത്തിൽ തന്നെ എടുത്ത് വയ്ക്കാം. ഒരു പാത്രം ഞാൻ എടുത്ത് വെച്ചു. അതിലോട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ചിക്കൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ക്യുമിൻ പൗഡർ, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില. ഇത്രയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഇത് മാറ്റി ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. ഒരു ഫ്രൈ പാന് ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. നമുക്ക് ഉള്ളി വറുത്തതിൻ്റെ എണ്ണ അധികം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുകയാണ്.
അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി, ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഉള്ളി കുറച്ചൊന്ന് വഴണ്ട് കഴിയുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിപ്പൊടി 2 ടീസ്പൂണിന് മേളിൽ, മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടാൽ മതി. അത് നമ്മൾ ചിക്കനിൽ കുറച്ച് മുളക് പൊടി ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം മുളക് പൊടിയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം വഴളുന്നതിന് മുമ്പിട്ട് തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. മസാലയുടെ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ കറിയാകുന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക. ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഒന്ന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി, വെള്ളമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രേവി കൂട്ടാവുന്നതാണ്. ഇനി ഒരു 10-15-20 മിനിറ്റോളം നല്ലപോലെ വെന്ത് വരട്ടെ നമ്മുടെ ചിക്കന്. നമ്മുടെ ചിക്കനെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടൊരു ചിക്കൻ കറി തന്നെയാണ്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യുന്നതിന് കറിവേപ്പിലയും ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് വയ്ക്കാം. അപ്പം ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. ബൈ ബൈ.